ഹായ് ഫ്രണ്ട്സ്, വിഷുവാട്ടക്കാരൻ കേട്ടോ. കുറേ ദിവസമായി നമ്മൾ വരാലിൻ്റെ വീഡിയോസൊന്നും ഇട്ടില്ല. ഓരോ വാളനെ പിടിക്കലും മാത്രമാണ്. എല്ലായിടത്തും മഴയും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പാടത്തും പുഴയിലൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. നമ്മൾ തൊട്ടടുത്തൊരു കോറിയിലിട്ട് നമ്മൾ മീൻ പിടുത്തവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഒരുപാട് വരാലും കാര്യങ്ങളും വളമുണ്ട്. അതേപോലെ വളർത്തു മീൻ ഒരുപാട് മീനുകളുള്ള കോരി കേട്ടോ. അതുപോലെ പിന്നെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പുഴയിലൊക്കെ ഭയങ്കര വെള്ളം കൂടുതലും പ്രശ്നങ്ങളും. അപ്പോൾ എല്ലാവരും മീൻ പിടിക്കാൻ പോകുന്ന ആൾക്കാരൊക്കെ നല്ല ശ്രദ്ധിച്ചും കെയർഫുള്ളായിട്ട് പോവുക, ശ്രദ്ധിക്കുക. നിങ്ങളെ കാര്യം നിങ്ങൾ തന്നെ കാക്കുക. പിന്നെ മീനെ കണ്ടിട്ട് ചില ആൾക്കാർ പുഴയിൽ ഇറങ്ങിയിട്ട് വലയൊക്കെ ശ്രദ്ധിക്കണം. മാക്സിമം ശ്രദ്ധിച്ച് എല്ലാവരും നോക്കിയും കണ്ടൊക്കെ പോവുക കേട്ടോ. അപ്പോൾ അതാണ് ഇപ്പോൾ എനിക്ക് പറയാം. അപ്പോൾ നമ്മൾ രാവിലെ ഇട്ടച്ച കഴിച്ചുകൊണ്ടാണ് ഏർച്ചുകൊണ്ടാണ്. അപ്പോൾ ഏർച്ചുകൊണ്ട് രാവിലെ ഇട്ടച്ച് പോലും നമ്മൾ കുറച്ച് ഉച്ചാകുമ്പോൾ വന്നപ്പോൾ കൊണ്ട അവസ്ഥ കേട്ടോ. മീൻ വരാൽ കുടുങ്ങിയിട്ട് നേരെ മൂപ്പര് പുല്ലിൻ്റെ അടി നമ്മൾ ഇട്ടേർന്ന് ഈ കഴിച്ചുകൊണ്ട് ഇട്ട ഭാഗത്ത് ഏകദേശം 20 മീറ്റർ ഈ ബ്രൈഡ് വലിച്ചു കൊണ്ട് പോയിക്കുകയാണ് ഈ എന്നിട്ടാണ് പുല്ലിൻ്റെ ഉള്ളിൽ കയറി മുകളിൽ. അപ്പോൾ നമ്മൾ ബ്രൈഡ് ഇങ്ങനെ വലിച്ച് വന്നപ്പോഴാണ് പുല്ലിൻ്റെ മുകളിൽ മീനിനെ കാണുന്നത്. പിന്നെ ഒന്നും നോക്കില്ല, സൈഡിൽ കൂടെ ഇറങ്ങി. സൈഡിൽ ആളില്ലാത്തൊരു ഭാഗമാണ്. സൈഡിൽ കൂടെ ഇറങ്ങി നമ്മൾ കോരി അതിൻ്റെ ഉള്ളിൽ മീനെ കയറ്റിയതിൻ്റെ ശേഷം നമ്മൾ ഉക്ക് ഊരാക്കിയല്ല കഴിഞ്ഞ കണ്ണാക്കൽ കുടുങ്ങി കിടക്കാണ്. പിന്നെ ആ പുല്ലൊക്കെ വാരി വലിച്ച് ഇതൊക്കെ ആക്കിയിട്ടാണ് ഏകദേശം നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് വലിച്ച് മീനെടുത്ത് കൊണ്ടുവരുന്നത്. ഒരുപാട് ബുദ്ധിമുട്ടായിട്ടോ. അപ്പോൾ ഇതേപോലെ എല്ലാവരും പുഴയിലും എവിടെ പോകുമ്പോൾ ശ്രദ്ധിക്കുക. അതൊക്കെ വീണ്ടും പറയാനുള്ള കാര്യം. അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ സാധനം അടിച്ച് പൊട്ടിക്കുക. പിന്നെ അതേപോലെ നല്ല വീഡിയോസും കാര്യങ്ങളും. പിന്നെ അതേപോലെ നമ്മളെ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങളെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായും നമ്മളെ നല്ലതിന് വീഡിയോസും കാര്യങ്ങളായിട്ട് നമ്മൾ വരുന്നതാണ്. അപ്പോൾ അടുത്ത നല്ല വീഡിയോ വരുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ.